77 വർഷങ്ങൾക്കപ്പുറം സ്വതന്ത്ര ഭാരതം പിച്ചവെച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ 1947 ഒക്ടോബർ മാസം 3-ാം തീയതി ചെറുപുഷ്പ മിഷനിൽ ഭരണങ്ങാനത്ത് ജന്മമുണ്ട്. കുഞ്ഞേട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ശ്രീ PC അബ്രാഹം പല്ലാട്ടുകുന്നേലും ആദരണീയനായ ജോസഫ് മാരിപ്പറമ്പിലച്ചനും സ്ഥാപക നേതൃത്വം അലങ്കരിച്ച ഈ സംഘടന പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം, വ്യക്തിത്വ വികസനം എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രേക്ഷിത സംഘടനയായി നിലകൊള്ളുന്നു. ഇടുക്കി രൂപത അതിന്റെ ആരംഭം മുതൽ ഇന്നുവരെ വലിയ ആവേശത്തോടെയാണ് ചെറുപുഷ്പ മിഷൻ ലീഗിനെ തന്റെ നെഞ്ചിലേറ്റിയിരിക്കുക. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ ദിശാബോധവും സമയാസമയങ്ങളിൽ വേണ്ട പ്രോത്സാഹനവും നൽകി അതിന്റെ വളർച്ചയെ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനെയും ശാഖ മേഖലാ രൂപതാ തലങ്ങളിൽ സംഘടനയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്മാരെയും വൈസ് ഡയറക്ടർ സിസ്റ്റേഴ്സിനെയും അൽമായ ഭാരവാഹികളെയും എല്ലാ കുഞ്ഞു മിഷണറിമാരെയും ഇത്തരുണത്തിൽ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. വിളിയറിഞ്ഞ് ഒരുമയോടെ വിളഭൂമിയിലേക്ക് എന്ന പഠന വിഷയം സ്വീകരിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2023-24 പ്രവർത്തന വർഷ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപുഷ്പ മിഷൻ ലീഗ് 2023-2024 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മുൻകാല ഭാരവാഹികളെ ആദരിക്കലും. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2023-24 പ്രവർത്തന വർഷ ഉദ്ഘാടനം ജൂൺ മാസം 4-ാം തീയതി ഞായറാഴ്ച കുഞ്ചിത്തണ്ണി ഹോളി ഫാമിലി ഫൊറോന ദേവാലയത്തിൽ വച്ച് ഇടുക്കി രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നിർവഹിച്ചു. തുടർന്ന് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മുൻകാല രൂപതാ ഭാരവാഹികളെ മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. രൂപതാ സമിതിക്ക് പുതിയ വൈസ് ഡയറക്ടർ. കഴിഞ്ഞ 5 വർഷക്കാലം ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ വൈസ് ഡയറക്ടറായി നിസ്തുല സേവനം കാഴ്ചവെച്ച സിസ്റ്റർ നിർമ്മല SABSന്റെ ഒഴിവിലേക്ക് സിസ്റ്റർ സ്റ്റാർലൈറ്റ് CMC നിയമിതയാവുകയും 2023 ജൂൺ 24-ാം തീയതി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. രൂപതാ വാർഷികവും കൗൺസിലും പ്രേക്ഷിത റാലിയും. ജൂൺ മാസം 28-ാം തീയതി CML ഇടുക്കി രൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഗ്രൗണ്ടിൽ ചെമ്മഞ്ഞ പതാക ഉയർത്തിയതോടെ മിഷൻ ലീഗ് രൂപത വാർഷിക ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രേക്ഷിത റാലിയിൽ വൈദികരും സമർപ്പിതരുമടങ്ങുന്ന 100 കണക്കിന് മിഷൻ ലീഗ് പ്രവർത്തകരാണ് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ അണിനിരന്നത്. മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും CML രൂപതാ കുടുംബം ഈ അവസരം പ്രയോജനപ്പെടുത്തി. തുടർന്ന് നടന്ന വാർഷിക ആഘോഷത്തിലും കൗൺസിലിലും ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബേബി സാർ വിശിഷ്ടാതിഥിയായിരുന്നു. മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നിർവഹിച്ചു. 2022-23 പ്രവർത്തന വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് രൂപതാ തലത്തിൽ ഗോൾഡൻ സ്റ്റാർ നേടിയ കാൽവരി മൗണ്ട് രാജപുരം ശാഖകൾക്കും സിൽവർ സ്റ്റാർ നേടിയ പണിക്കൻകുടി, മുക്കുടം, നാരകക്കാനം, പാണ്ടിപ്പാറ ശാഖകൾക്കും ബ്രോൺസ് സ്റ്റാർ നേടിയ പാറത്തോട്, തങ്കമണി, കിളിയാറുകണ്ടം, എഴുകുംവയൽ ശാഖകൾക്കും മികച്ച മേഖലയായി തിരഞ്ഞെടുക്കപ്പെട്ട മുരിക്കാശ്ശേരി മേഖലയ്ക്കും ഉള്ള അവാർഡുകളും വാർഷികത്തിൽ വച്ച് നൽകി. ലോഗോ മത്സര വിജയികൾ, കയ്യെഴുത്തു മാസിക മത്സര വിജയികൾ എന്നിവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് ഓർഗനൈസിംഗ് ടീം മീറ്റിംഗുകളും ഇതര യോഗങ്ങളും. പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും നിരന്തര വിലയിരുത്തലുകൾ നടത്തുന്നതിനും ടീം വർക്ക് ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രവർത്തന വർഷം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ 12 എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ നടത്തി. കൂടാതെ സംഘടനാ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി 5-ലധികം ഓർഗനൈസിംഗ് ടീം മീറ്റിംഗുകളും 12-ൽ പരം ഇതര യോഗങ്ങളും നടത്തുകയുണ്ടായി. റീജിയണൽ സംഗമം. ജൂലൈ 8-ാം തീയതി രൂപതയിലെ ഇരട്ടയാർ, മുരിക്കാശ്ശേരി, രാജാക്കാട്, കൂമ്പൻപാറ, വാഴത്തോപ്പ് എന്നീ 5 റീജിയണുകളിൽ സംഗമവും നേതൃത്വ പരിശീലന ശില്പശാലയും നടത്തി. ശാഖ മേഖലാ ഭാരവാഹികൾക്കായി രൂപതാ സമിതി നേതൃത്വം നൽകിയ സംഗമത്തിൽ 472 അംഗങ്ങൾ പങ്കെടുത്തു. വൈസ് ഡയറക്ടേഴ്സ് മീറ്റ്.
ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയെ ശാഖാതലങ്ങളിൽ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശാഖ വൈസ് ഡയറക്ടേഴ്സിന്റെ സംഗമങ്ങൾ 2 തവണ രൂപതാ തലത്തിൽ സംഘടിപ്പിച്ചു. ജൂൺ 28-നും ജനുവരി 2-നും നടന്ന സംഗമങ്ങളിൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. അൽമായ നേതൃത്വ സംഗമം. ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപക നേതാവ് കുഞ്ഞേട്ടന്റെ ഓർമ്മ ദിനമായ ആഗസ്റ്റ് 11-ാം തീയതി അടിമാലി ആത്മജ്യോതി പാസ്റ്റർ സെന്ററിൽ വെച്ച് അൽമായ നേതൃത്വ സംഗമം നടത്തി. രൂപതാ മേഖലാ തലങ്ങളിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും രൂപതാ സമിതിയിലെ മറ്റ് അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. അൽമായ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സംഗമത്തിൽ അൽമായരെ ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഒരുമിച്ച് 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ നടത്തിയ ആരാധന ഏറെ ദൈവാനുഗ്രഹപ്രദമായിരുന്നു. സംസ്ഥാന കൗൺസിലും സംസ്ഥാനതല കുഞ്ഞേട്ടൻ അനുസ്മരണവും. ആഗസ്റ്റ് 12-ാം തീയതി പാലാ രൂപതയിലെ ചെമ്മലമറ്റം ഇടവകയിൽ വെച്ച് നടന്ന സംസ്ഥാന കൗൺസിലിലും കുഞ്ഞേട്ടൻ അനുസ്മരണത്തിലും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് രൂപതാ ഭാരവാഹികളും മേഖലാ ഭാരവാഹികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. കുഞ്ഞേട്ടന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും ഈ അവസരം പ്രയോജനപ്പെടുത്തി. സാഹിത്യ മത്സരങ്ങൾ. 2023-24 പ്രവർത്തന വർഷത്തെ രൂപതാതല സാഹിത്യ മത്സരം ആഗസ്റ്റ് 12-ാം തീയതി ശനിയാഴ്ച 7 സെന്ററുകളിലായി നടത്തി. 1696 മിഷൻ ലീഗ് അംഗങ്ങൾ വിവിധ ഇനങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുത്തു. എ വിഭാഗത്തിൽ ഇടുക്കി, മുട്ടുകാട്, ആനക്കുളം ശാഖകളും ബി വിഭാഗത്തിൽ വിമലഗിരി, കരിമ്പൻ, കാൽവരി മൗണ്ട് ശാഖകളും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സംസ്ഥാന സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ 42 മത്സരാർത്ഥികൾക്ക് രൂപതയുടെ ആഭിമുഖ്യത്തിൽ തുടർ പരിശീലനങ്ങൾ നൽകി. സെപ്റ്റംബർ 22-ാം തീയതി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാനതല സാഹിത്യ മത്സരത്തിൽ 42 പേർ പങ്കെടുക്കുകയും ഇടുക്കി രൂപത അഭിമാനാർഹമായ വിധത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. രൂപതാ ക്യാമ്പ് വിഷൻ 2K23. ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ അടിമാലി, ഇരട്ടയാർ, രാജമുടി, രാജകുമാരി എന്നീ 4 സെന്ററുകളിൽ വെച്ച് വിഷൻ ക്യാമ്പ് നടത്തി. 7-8 ക്ലാസുകളിലെ കുട്ടികൾക്കായി ആഗസ്റ്റ് 26-27 തീയതികളിൽ നടത്തിയ ക്യാമ്പിൽ 320 കുട്ടികൾ പങ്കെടുത്തു. കുഞ്ഞു മിഷണറിമാരെ ശരിയായ ദർശനത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ച വിഷൻ ക്യാമ്പിന് രൂപതാ സമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. കലോത്സവങ്ങൾ. രൂപതാ കലോത്സവത്തിന് മുന്നോടിയായി ആഗസ്റ്റ് 31-ാം തീയതി രൂപതയിലെ 13 മേഖലകളിലും കലോത്സവങ്ങൾ നടത്തി. വിവിധ കലാരൂപങ്ങളിലൂടെ ആകർഷകമായ വിധത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രമീകരിച്ച കലോത്സവത്തിൽ 3000-ഓളം കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്തു. തുടർന്ന് സെപ്റ്റംബർ 28-ാം തീയതി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രൂപതാ കലോത്സവം നടത്തി. എ വിഭാഗത്തിൽ ജോർജിയാർ, ആനക്കുളം, തൂക്കുപാലം, കുത്തുപാറ എന്നീ ശാഖകളും ബി വിഭാഗത്തിൽ ഇരട്ടയാർ, നെടുങ്കണ്ടം, വെള്ളയാങ്കുടി എന്നീ ശാഖകളും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കലോത്സവത്തിൽ ഇരട്ടയാർ മേഖല ഓവറോൾ ഫസ്റ്റ് നേടിയപ്പോൾ രാജാക്കാട്, തങ്കമണി മേഖലകൾ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ 125 മത്സരാർത്ഥികൾക്ക് രൂപതാ തലത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകി. നവംബർ 11-ാം തീയതി കോതമംഗലം രൂപതയിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇടുക്കി രൂപത 477 പോയിന്റോടെ 3ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന മാനേജിംഗ് കമ്മിറ്റിയും സ്ഥാപക ഡയറക്ടർ റവറന്റ് ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ അനുസ്മരണവും. സെപ്റ്റംബർ 9-ാം തീയതി ശനിയാഴ്ച ചങ്ങനാശ്ശേരി ആർപ്പൂക്കരയിൽ വെച്ച് നടന്ന ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സ്ഥാപക ഡയറക്ടർ ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛന്റെ 25ാം ചരമവാർഷിക ആചരണത്തിലും അനുസ്മരണ സമ്മേളനത്തിലും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് രൂപതാ സമിതി അംഗങ്ങൾ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന മാലിപ്പറമ്പിൽ അനുസ്മരണ പ്രസംഗ മത്സരത്തിൽ ഇരട്ടയാർ ശാഖാംഗമായ കുമാരി നോയ യോഹന്നാൻ 1ാം സ്ഥാനത്തോടെ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും കരസ്ഥമാക്കിക്കൊണ്ട് ഇടുക്കി രൂപതയ്ക്ക് അഭിമാനമായി മാറി. സംസ്ഥാന വാർഷികവും അവാർഡ് ദാനവും. ഒക്ടോബർ 2-ാം തീയതി തലശ്ശേരി രൂപതയിലെ ചെമ്പേരി ശാഖയിൽ വെച്ച് നടന്ന സംസ്ഥാന വാർഷികത്തിൽ രൂപതയെ പ്രതിനിധീകരിച്ച് 20 അംഗങ്ങൾ പങ്കെടുത്തു. 2022-23 പ്രവർത്തന വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി രൂപതയ്ക്ക് മിഷൻ സ്റ്റാർ പദവിയും, രാജപുരം ശാഖയ്ക്ക് ഗോൾഡൻ സ്റ്റാറും, പാറത്തോട്, കാൽവരി മൗണ്ട് ശാഖകൾക്ക് സിൽവർ സ്റ്റാറും, നാരകക്കാനം ശാഖയ്ക്ക് മിഷൻ സ്റ്റാറും ലഭിച്ചു. വചന നിറവിൽ 100 കണക്കിന് കുഞ്ഞു മിഷണറിമാർ. ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജീവജലം വചനമെഴുത്ത് മത്സരത്തിൽ 100 കണക്കിന് മിഷൻ ലീഗ് അംഗങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 3, 10 തീയതികളിലായി രൂപതയിലെ 13 സെന്ററുകളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ 454 കുട്ടികളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും വചനങ്ങൾ പഠിച്ച് എഴുതിയത്. 1 മണിക്കൂറിനുള്ളിൽ 100-ലധികം വചനങ്ങൾ എഴുതാൻ നിരവധി കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് ഈ പ്രോഗ്രാമിന്റെ വിജയമാണ്.
വിവിധ കാറ്റഗറികളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വിജയികളായ 18 പേർക്ക് ജനുവരി 2-ാം തീയതി നടന്ന വൈസ് ഡയറക്ടേഴ്സ് മീറ്റിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി. സുറിയാനിപ്പാട്ട്, കരോൾ ഗാന മത്സരങ്ങൾ. ജനുവരി 2-ാം തീയതി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് രൂപതാ തലത്തിൽ സംഘടിപ്പിച്ച സുറിയാനിപ്പാട്ട് മത്സരവും കരോൾ ഗാന മത്സരവും നിരവധി ശാഖകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. എ, ബി എന്നീ 2 കാറ്റഗറികളായി തിരിച്ചു നടത്തിയ സുറിയാനിപ്പാട്ട് മത്സരത്തിൽ 42 ടീമുകളും കരോൾ ഗാന മത്സരത്തിൽ 30 ടീമുകളും പങ്കെടുത്തു. സുറിയാനിപ്പാട്ട് മത്സരത്തിൽ എ വിഭാഗത്തിൽ മുട്ടുകാട്, തൂക്കുപാലം, ബൈസൺ വാലി ശാഖകളും, ബി വിഭാഗത്തിൽ വെള്ളയാംകുടി, നെടുങ്കണ്ടം, പഴയരിക്കണ്ടം ശാഖകളും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയപ്പോൾ കരോൾ ഗാന മത്സരത്തിൽ എ വിഭാഗത്തിൽ കനകക്കുന്ന്, കട്ടക്കാല, കാന്തിപ്പാറ ശാഖകളും, ബി വിഭാഗത്തിൽ കുഞ്ചിത്തണ്ണി, കൂമ്പൻപാറ, പണിക്കൻകുടി ശാഖകളും വിജയികളായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വച്ച് വിജയികളായ 12 ശാഖകൾക്കുമുള്ള ക്യാഷ് അവാർഡുകൾ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ വിതരണം ചെയ്തു. ദൈവവിളി സംഗമവും ടീൻസ് മീറ്റും നവവൈദികരെ ആദരിക്കലും. ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപതയുടെയും ഇടുക്കി രൂപത വൊക്കേഷൻ ബ്യൂറോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6-ാം തീയതി കരിമ്പൻ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് ദൈവവിളി സംഗമവും ടീൻസ് മീറ്റും നവവൈദികരെ ആദരിക്കലും നടത്തി. പ്രവർത്തന വർഷം 10-12 ക്ലാസ് പൂർത്തിയാക്കിയവരും പൗരോഹിത്യ സന്യാസ ദൈവവിളികളോട് ആഭിമുഖ്യം ഉള്ളവരുമായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടത്തിയ ദൈവവിളി സംഗമത്തിൽ 100 കുട്ടികൾ പങ്കെടുത്തു. 15 സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും 5 സന്യാസ സമൂഹങ്ങളിൽ നിന്നുമുള്ള സമർപ്പിതരെയും വൈദികരെയും പരിചയപ്പെടുന്നതിന് അവസരമൊരുക്കി. ശ്രീ ഷാജി വൈക്കത്തുപറമ്പിൽ ദൈവവിളി സെമിനാർ ക്ലാസ് നയിച്ചു. അൾത്താര ബാലസംഗമം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായ ദൈവവിളി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി മെയ് മാസം 28-ാം തീയതി രൂപതയുടെ 6 കേന്ദ്രങ്ങളിലായി അൾത്താര ബാലസംഗമം നടത്തി. അൾത്താര ശുശ്രൂഷ കൂടുതൽ കാര്യക്ഷമമാക്കുക, പൗരോഹിത്യ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തിയ അൾത്താര ബാലസംഗമത്തിൽ 825 കുട്ടികളാണ് പങ്കെടുത്തത്. CML രൂപത ടീമിനൊപ്പം രൂപത ഓർഗനൈസിംഗ് ടീമും വൈദികരും വൈദിക വിദ്യാർത്ഥികളും പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഫിയാത്ത് മിഷനു വേണ്ടി പേപ്പർ കളക്ഷൻ. രൂപതയിൽ നിന്നും നൽകിയ നിർദ്ദേശമനുസരിച്ച് ഫിയാത്ത് മിഷനു വേണ്ടി ശാഖകളിൽ മിഷൻ ലീഗ് പ്രവർത്തകർ പേപ്പറുകൾ ശേഖരിച്ചു. രൂപതയുടെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 6-ാം തീയതി അവ കളക്ട് ചെയ്ത് ബൈബിൾ പ്രിന്റിംഗിനായി ഫിയാത്ത് മിഷന് നൽകുകയും ചെയ്തു. മുക്കുടം, മാങ്കുളം, എല്ലക്കല്ല്, ഉപ്പുതോട്, കാന്തിപ്പാറ, തങ്കമണി, ചെമ്പകപ്പാറ, പാണ്ടിപ്പാറ, പാറത്തോട്, വാഴത്തോപ്പ്, ആൻഡോപുരം, ഉദയഗിരി, നെടുങ്കണ്ടം, എഴുകുംവയൽ, ചെമ്മണ്ണാർ, വെള്ളയാംകുടി, കൂമ്പൻപാറ, മഞ്ഞപ്പാറ, കുഞ്ചിത്തണ്ണി, കുത്തുപാറ എന്നീ ശാഖകളാണ് ഫിയാത്ത് മിഷനു വേണ്ടിയുള്ള പേപ്പർ കളക്ഷനിൽ പങ്കുചേർന്നത്. മേഖലാ ശാഖാ സന്ദർശനങ്ങൾ. മേൽഘടകങ്ങളും കീഴ്ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡയറക്ടർ അച്ഛന്റെയും വൈസ് ഡയറക്ടർ സിസ്റ്ററിന്റെയും നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് ടീം രൂപതയിലെ വാഴത്തോപ്പ്, മുരിക്കാശ്ശേരി, കൂമ്പൻപാറ, കുഞ്ചിത്തണ്ണി, നെടുങ്കണ്ടം, രാജാക്കാട്, വെള്ളയാംകുടി, ചുരുളി, തങ്കമണി എന്നീ മേഖലകളിലും ഓരോ മേഖലയ്ക്കും കീഴിലുള്ള നിരവധി ശാഖകളിലും സൗഹൃദ സന്ദർശനം നടത്തുകയും എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുത്ത് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓഫീസ് വർക്കിനെക്കുറിച്ചും ക്ലാസുകൾ നൽകുകയും ചെയ്തു. ഇത്തരം സന്ദർശനങ്ങളിലൂടെ മിഷൻ ലീഗിന്റെ ശാഖാ മേഖലാ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രവർത്തന വർഷത്തെ മികച്ച നേട്ടം തന്നെയാണ്. കയ്യെഴുത്തു മാസിക മത്സരം. വിളിയറിഞ്ഞ് ഒരുമയോടെ വിളഭൂമിയിലേക്ക് എന്ന പ്രവർത്തന വർഷ പഠന വിഷയത്തെ ആസ്പദമാക്കി ഏപ്രിൽ 10, 13, 14 തീയതികളിലായി 4 സെന്ററുകളിൽ വച്ച് കയ്യെഴുത്തു മാസിക മത്സരം നടത്തി. നിരവധി ശാഖകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിശുദ്ധ എവുപ്രാസ്യ പ്രസംഗ മത്സരം. CML ഇടുക്കി രൂപതയുടെയും CMC കാർമൽഗിരി പ്രൊവിൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിശുദ്ധ എവുപ്രാസ്യ പ്രസംഗ മത്സരം നടത്തി. വിവിധ ശാഖകളിൽ നിന്നും നിരവധി മിഷൻ ലീഗ് അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനദാനം മാർച്ച് മാസം 9-ാം തീയതി കാർമൽഗിരി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് CML രൂപത ഡയറക്ടർ റവറന്റ് ഫാദർ ഫിലിപ്പ് ഐക്കറിയും CMC ഇടുക്കി കാർമൽഗിരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ആനി പോളും നിർവഹിച്ചു. രൂപത മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകൾ. പ്രവർത്തന വർഷം ജൂൺ 27-നും മെയ് 8-നും 2 തവണ രൂപത മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകൾ നടത്തി. നിലവിലുള്ള രൂപത ടീമിന്റെ കാലാവധി പൂർത്തിയായതിനാൽ മെയ് 8-ന് നടന്ന മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ രൂപത ഇലക്ഷൻ നടത്തുകയും 2024-27 കാലഘട്ടത്തേക്കുള്ള രൂപത ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ, വിയാനി ഫെസ്റ്റ്, അഗതി മന്ദിര സന്ദർശനം, ദിവ്യകാരുണ്യ ആരാധന, വയോജന ദിനാചരണം, മിഷൻ ഗ്രാമപ്രവർത്തനങ്ങൾ, ദൈവവിളി സെമിനാറുകൾ, മീറ്റ് ജീസസ് ധ്യാനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുവാൻ ഈ പ്രവർത്തന വർഷം ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നാളുകളിൽ രൂപതാതല പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വങ്ങളെ നന്ദിയോടും അഭിമാനത്തോടും കൂടി രൂപതാ കുടുംബം അനുസ്മരിക്കുന്നു.
ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന് ഇനി ഇവർ നേതൃത്വം നൽകും. ഡയറക്ടർ റവറൻഡ് ഫാദർ ഫിലിപ്പ് ഐക്കര. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ അമൽ താണോലി. വൈസ് ഡയറക്ടർ റവറൻഡ് സിസ്റ്റർ സ്റ്റാർലെറ്റ് CMC. പ്രസിഡന്റ് സെസിൽ ജോസ്. വൈസ് പ്രസിഡന്റ് ആൻമരിയ ജോർജ്. സെക്രട്ടറി മാർട്ടിൻ മാത്യു. ജോയിന്റ് സെക്രട്ടറി അയോണ ജോഷി. ജനറൽ ഓർഗനൈസർ ജെയിംസ് തോമസ്. റീജിയണൽ ഓർഗനൈസേഴ്സ് അമൽ ജോണി, അനിൽ ജോസ്, ലിജോ ജോണി, ജെഫിൻ ജോജോ. AKMC അംഗങ്ങൾ ജോർജുകുട്ടി സെബാസ്റ്റ്യൻ, ബിനോയ് ജോസഫ്, അനീറ്റ ഷാജു. ഓർഗനൈസിംഗ് ടീം സിസ്റ്റർ അൻസ SH, സിസ്റ്റർ മെറിൻ SABS, ബിനോയ് ചെമ്മരപ്പള്ളി, ബിനോയ് KU, അഡോൺ സണ്ണി, റോബിൻ ജോസഫ്, റിയ റോസ് സാബു, ജിൻഡുമോൾ PT. ഓഡിറ്റേഴ്സ് ക്യുബി ജോസഫ്, റോബിൻ ജോസഫ്. റിസോഴ്സ് ടീം മാത്യൂസ് ഐക്കര, ബാബു പൊന്നൂർ, ആൽബിൻ ആന്റണി. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. എല്ലാ ശാഖകളും സജീവമാകട്ടെ. അതുവഴി മേഖലകളും രൂപതയും കൂടുതൽ സജീവമാകട്ടെ. വിശുദ്ധ കുർബാനയിലൂടെ, വചന പഠനത്തിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തിയും മിഷൻ പ്രവർത്തനങ്ങളെ സഹായിച്ചും ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുവാൻ മിഷൻ ലീഗ് ഏവരെയും പ്രാപ്തരാക്കട്ടെ. ജയ് മിഷൻ ലീഗ്.